പതിവ് പോലെ ഒരു 4 മണി 4:30 ആയപ്പോഴാണ് ഇതാ ഇവിടെ അത്താഴം കഴിക്കാൻ എണീറ്റത്. പിന്നെ അത്താഴവും പ്രയറും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ സമയം ഇവിടെ ഒരു 6 മണിയാവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോണി ഷോർട്സ് ഒക്കെ കണ്ട് നോക്കി കിടന്ന് ഒന്നുറങ്ങിപ്പോയി. ആ ഉറക്കം ഒരു 8:30 9 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഉണർന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, ആ ഐറ്റം ഒന്ന് എടുത്തൊന്ന് ഓപ്പൺ ആക്കി നോക്കാമെന്ന്. ഇതാട്ടോ ആ ഐറ്റം. സ്ഥിരം ഈ ഫ്ലിപ്കാർട്ട് മീഷോയൊക്കെ തോണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഓർഗനൈസർ പ്ലസ് പെൻ ഹോൾഡർ ആട്ടോ. ഇതുപോലെ തന്നെ ചാംസും സ്റ്റിക്കറും ഒക്കെ ഇൻക്ലൂഡ് ആയതുണ്ടായിരുന്നു. പക്ഷേ ഇതും തമ്മിൽ ഏകദേശം ഒരു 100 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ചാംസിന്റെ ആവശ്യമില്ല, സ്റ്റിക്കർ ആണെങ്കിൽ ആവശ്യത്തിലധികം ഉണ്ട് താനും. ഇനിയൊരു സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ തരാമെന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടത്തിലുള്ളതായിരുന്നതാ ഈ സാധനം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇഞ്ഞെടുത്തു. ഈ സ്റ്റിക്കർ ഷീറ്റ് വാങ്ങിച്ചതിൽ പിന്നെ ഞാൻ എന്ത് ക്രാഫ്റ്റ് ചെയ്താലും മാക്സിമം അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചൊന്ന് തീർക്കാൻ നോക്കും. അങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞു വാരി ഇവിടെ കിടക്കായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് അടുക്കി പറക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി എന്താ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് ഉമ്മയുടെ ബ്രദറിൻ്റെ അങ്ങാട്ടോ നോമ്പ് മുറി. അപ്പോൾ എന്തായാലും ഇന്ന് വൈകിട്ട് എല്ലാവരും അവിടെ ആയിരിക്കും. എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതല്ലേ, സോ അത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഷോർട്സ് വീഡിയോ എടുക്കാനുള്ള ഫ്രെയിം സെറ്റ് ചെയ്യുന്നതാട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ ഈ പേപ്പർ വെച്ചിട്ട് ഫ്രെയിം സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിത് പ്രത്യേകിച്ച് പറയാനൊന്നും നിൽക്കുന്നില്ല. നോമ്പ് തുറക്കുന്നത് വൈകിട്ടാണെങ്കിലും അത്യാവശ്യം നേരത്തെ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അളന്നും കുറിച്ചും ഒക്കെ ഈ ഫ്രെയിം സെറ്റ് ചെയ്യൽ മാത്രമേ നടന്നുള്ളൂ. ഷോർട്സ് വീഡിയോ എടുക്കലൊന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഷോർട്സ് വീഡിയോ പോസ്റ്റും ചെയ്തില്ല. ചെയ്തു വെച്ച ഫ്രെയിം ആവട്ടെ എൻ്റെ ഇതിന് താഴെ വീണിട്ട് ഞാൻ അറിയാതെ കയറി ചവിട്ടി അത് ചവിടി പൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം ചെയ്യാനുള്ള മടി കൊണ്ട് പിന്നെ ആ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യാനും നിന്നില്ല. ഒരു 11 മണി 11:30 ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തതെങ്കിലും ഇവിടെ എല്ലാവരും റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ റെഡിയാക്കിയിട്ട് തലയിൽ ഹെയർ ബാൻഡ് വെച്ചതിൻ്റെ പരിപാടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുറത്തെ വെയിലിൻ്റെ കാര്യം പിന്നെ ഒട്ടും പറയണ്ട, അത്യാവശ്യം വെയിലും നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റോഡിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ആ വരുന്ന ഓട്ടോയ്ക്കകത്താട്ടോ ഞങ്ങൾ പോകാൻ പോകുന്നത്. ഈ ആളുടെ ചിരിയും സന്തോഷമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആദ്യമായിട്ട് ഓട്ടോയിൽ കയറി പോകുന്നതിൻ്റെ ആയിരിക്കും എന്നല്ലേ. ആദ്യമായിട്ടൊന്നുമല്ല, എപ്പം പുറത്തു പോയാലും ആളപ്പം തന്നെ ഉറങ്ങുന്ന സ്വഭാവമാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്ര ദൂരം ഈ വണ്ടിയിൽ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആട്ടോ മുഖത്ത്. നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഗ്രാമപ്രദേശമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഹൈവേയിലോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു 10-11 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. ഇതുപോലെ ക്രൗഡില്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമൊക്കെ നോക്കി ഇറങ്ങിയാൽ മതി. കാരണം ബ്ലോക്കൊന്നും വരുമെന്ന് പേടിക്കുക വേണ്ട. കഴിഞ്ഞ വീക്കിൽ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫിന്റെ വ്ലോഗ് ഇട്ടപ്പോഴത്തേക്കും അതിൽ വന്നിട്ടുള്ളൊരു കമന്റ് ആയിരുന്നു ഇച്ചിരി ലോങ് ആയിട്ട് ചെയ്യുമോ എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ വ്ലോഗായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്കറിയില്ല. അങ്ങനെ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ നമ്മൾ പുറത്തു പോവുകയോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടായൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത് തന്നെ ഞങ്ങൾ പുറത്തു പോകുന്നുണ്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തന്നെ കാരണം. അല്ലാതെ നമ്മുടെ സാധാരണ ദിവസം എന്ന് പറയുന്നത് ഇപ്പൊ നോമ്പായതുകൊണ്ട് കുറച്ച് നേരത്തെ എണ്ണിക്കും. പിന്നെ നമ്മുടെ സാധാ എന്നും ചെയ്യുന്ന വർക്കിലേക്ക് തന്നെ പോകും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുള്ളതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മാമാടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നോമ്പുതുറ വൈകിട്ടായതുകൊണ്ടും നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ടും അവിടെ അധികം തിരക്കൊന്നുമില്ല. എല്ലാവരും വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കിച്ചണിൽ എല്ലാവരും നോമ്പ് തുറക്കാനുള്ള ഓരോരോ പ്രിപ്പറേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിനൊന്നും നിന്നില്ല. നമ്മൾ നേരത്തെ പോയത് തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിട്ട് അവരുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്തു. നോമ്പ് തുറക്കുന്ന വ്ലോഗൊക്കെ എടുക്കാമെന്നും പറഞ്ഞാണ് ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പക്ഷെ ഈ ഒരു വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ചാർജ് തീർന്നങ്ങ് സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ ഒരു 8 മണി 9 മണി ആകുമ്പോഴാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്നത്. അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഫോൺ ഇല്ലാതായി പോയില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.